ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെ ഏക വിഷമം എനിക്കതാണ്. ബിക്കോസ് അവൾക്ക് ഉറക്കം കുറവാണ്. സോ വൺസ് ഷീ സ്ലീപ്പ് ഐ ഡോണ്ട് മൂവ് ഹർ. ഇങ്ങനെ തന്നെ പിടിച്ചിരിക്കുന്നത്. He just said me on my face, Rupesh. I can't even imagine. നാളെ ഇങ്ങനെ ഒരു പാരന്റ് വരുമ്പോൾ അവരെ ഒന്ന് മുന്നിൽ നിർത്താൻ തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ സ്പീച്ചിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായി എന്ന് ഞാൻ പറയും. രൂപേഷ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ അതായിരുന്നു, ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് പറയാം. ആ ഇൻസിഡന്റ് പറയാൻ എവിടെ വന്നു. അപ്പം മോൾക്ക് പാലക്കാടുള്ള ഒരു വൈദ്യരെടുത്ത് ഞങ്ങളൊരു ചികിത്സ എടുക്കുന്നുണ്ടായിരുന്നു. ദാറ്റ് ഐ ഹാവ് ടു കം എവറി 6 months. എവറി 6 months റിപ്പീറ്റഡ് ആയിട്ടുള്ള കൺസൾട്ടേഷൻ ആയിരുന്നു. അപ്പം ഹസ്ബൻഡിന് വരാൻ പറ്റില്ല ബിക്കോസ് എവറി ടൈം ഹി കാൺ ടേക്ക് ദ ലീവ്. ഞാനാണ് മോളെയും കൊണ്ട് വരിക. അപ്പം ഷി വാസ് ഓൾമോസ്റ്റ് 2 years ആയ സമയമാണ്. ഐ ഹാവ് ടു ക്യാരി ഹർ. കാരണം മോൾക്ക് ഇരിക്കാൻ പോലും പറ്റില്ല. ദോ വി ഹാവ് ടു ബുക്ക് എ സീറ്റ് ഇൻ ദ ഫ്ലൈറ്റ്. കാരണം 1 വയസ്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഒരു സീറ്റ് എടുക്കണം. പക്ഷെ മോൾക്ക് ഇരിക്കാൻ പറ്റില്ല. ഐ ഹാവ് ടു ക്യാരി ഹർ. ഞാൻ മോളെ ഒരു കയ്യിലെടുക്കും. അവളുടെ ഫുള്ള് ലഗേജ് ഉള്ള ഒരു ബാഗ് സൈഡിലുണ്ട്. ബിക്കോസ് പാലും ഡ്രസ്സും ഡയപ്പേഴ്സും ഒക്കെ ആയിട്ട് അവിടെ നിന്ന് 2 hours ബിഫോർ ചെക്ക് ഇൻ. പക്ഷെ ലക്ലി ഐ വുഡ് സേ ഞാൻ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെ ഏക വിഷമം എനിക്കതാണ്. ആ ഒരു ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിലുള്ള ഡിഫറൻസ് ആണ് ഞാനിവിടെ രൂപേഷിനോട് പറയാൻ പോകുന്നത്. അവിടെ എയർപോർട്ടിൽ ദ മൊമെൻറ്റ് യു എൻറ്റർ ഇൻസൈഡ് ദ എയർപോർട്ട്, അവിടുത്തെ എയർപോർട്ടിലെ ഏത് സ്റ്റാഫും ആയിക്കോട്ടെ, അത് നിങ്ങളൊരു സ്പെഷ്യൽ ചൈൽഡിനെ എന്നില്ല, എനി മദർ ഹു ക്യാരി എ ചൈൽഡ് ദേ വിൽ കോൾ യു ഇൻസൈഡ്. ലൈനിൽ മുന്നിൽ നിർത്തിപ്പിക്കും. അവരെ പ്രൊസീജിയറൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തു തരും. അങ്ങനെ ചെയ്തു. ഞങ്ങൾ ഫ്ലൈറ്റ് കയറുന്നു. ഇറ്റ് വാസ് അറൌണ്ട് 3.5 hours ജേർണി. ഇമാജിൻ ആ സമയം മൊത്തം ഞാൻ ബേബീനെ ക്യാരി ചെയ്യാണ്. ഷീസ് അറൌണ്ട് 2 years. സാമാന്യം നല്ല ഇതുള്ള വളർച്ചയുള്ള മോളും ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഇവിടെ ഇറങ്ങുന്നു. ഇവിടെ ഇറങ്ങുമ്പോഴത്തെ തന്നെ ഐ വുഡ് ബി ടയേർഡ് ടു ദ 70% ഞാൻ ടയേർഡ് ആയിട്ടുണ്ട്. കാരണം കയ്യും മസിൽസ് ഒക്കെ വേദനിക്കാൻ തുടങ്ങി. ഇതെല്ലാം കൂടെ ബിക്കോസ് അവൾക്ക് ഉറക്കം കുറവാണ്. സോ വൺസ് ഷീ സ്ലീപ്പ് ഐ ഡോണ്ട് മൂവ് ഹർ. ഞാൻ ഇങ്ങനെ തന്നെ പിടിച്ചിരിക്കും. കാരണം ഇങ്ങനെ തന്നെ പിടിച്ചു. ഞാനൊന്ന് ശ്വാസം ചിലപ്പോൾ വിട്ട് കഴിഞ്ഞാൽ ഷിൽ വെക്കാം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ കരയാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇങ്ങനെ പിടിച്ചിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി ഞാൻ നടന്ന് നമ്മുടെ ഇമിഗ്രേഷൻ ക്യൂവിലെത്തുമ്പോഴത്തേക്ക് അവിടെ ഏകദേശം ഒരു 10-30 ആൾക്കാരുടെ ക്യൂ ഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ വന്നിട്ട് ഏറ്റവും മുന്നേ പോയിട്ട് മുന്നിലുള്ള ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്കിങ്ങനെ മോള് വയ്യാത്താണ്, താഴെയൊന്നും നിർത്താൻ പറ്റില്ല, ഒന്ന് ഞാൻ പൊയ്ക്കോട്ടെ, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇത്രയും ഇതെടുത്തിട്ട്. ഹി ജസ്റ്റ് സെഡ് മീ ഓൺ മൈ ഫേസ്, രൂപേഷ്, ഐ കാൻറ്റ് ഈവൻ ഇമാജിൻ. ഞങ്ങളും എല്ലാവരും അതുപോലെ തന്നെ യാത്ര ചെയ്ത് വന്ന ആൾക്കാരാണ്. ഞങ്ങൾക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പോയി പുറകിലിരിക്കും. I was shocked actually. That was, I would say, that first experience I got from our What's on Country. ഞാനിത് സൊസൈറ്റീനെ കുറ്റം പറയാനോ ഒന്നുമല്ല. പക്ഷേ ഐ വുഡ് സേ, ഞാൻ നേരത്തെ രൂപേഷിന് പറഞ്ഞു, ഒരു ഐ ഓപ്പണർ. ആരെങ്കിലും ഇത് കേട്ടിട്ട് ഒരു മനുഷ്യനെങ്കിലും ഇനി നാളെ ഇങ്ങനെ ഒരു പാരന്റ് വരുമ്പോൾ അവരെ ഒന്ന് മുന്നിൽ നിർത്താൻ തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ സ്പീച്ചിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായി എന്ന് ഞാൻ പറയും. അപ്പം ഐ വാസ് ലിറ്ററലി ഷാറ്റേർഡ് ടു ഹിയർ ദാറ്റ് ഈവൻ ആ കൗണ്ടറിൽ ഇരിക്കുന്ന ഒഫീഷ്യൽ പോലും ഒന്നും മറിച്ച് പറയാനുണ്ടായിട്ടില്ല. അതാണ് വേറൊരു കാര്യം. ഒരാൾ പറഞ്ഞു, അതിനെ ബാക്കപ്പ് ചെയ്യാനേ എല്ലാവരും ഉള്ളൂ. അതിനെതിരായിട്ട് പറയാൻ അവിടെ ആരും ഉണ്ടായിരുന്നു. ഒരു സപ്പോർട്ട് മൈൻഡ് ചിലപ്പോൾ അവർക്കൊന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ മറ്റേ ആളെ റെക്കഗ്നൈസ് ചെയ്യാൻ പറഞ്ഞാൽ മതി. സി ദിസ് ഇസ് വാട്ട്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബി ദ ചേഞ്ച് യു വിഷ് ടു സീ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത്. ആ ഒരു മനുഷ്യൻ ഒരു നന്മ അവിടെ കാണിച്ചിരുന്നെങ്കിൽ അത് ഇൻസ്പയർ ചെയ്യുന്ന അതിന്റെ പുറകിലിരിക്കുന്ന 30 ആൾക്കാരാണ്. നേരെ മറിച്ച് വെൻ ഹി സെഡ് ദിസ് എവരിവൺ ഫോളോ ദാറ്റ്. ഇന്ന് നമുക്ക് ചിലപ്പോൾ അയാളുടെ ഒരു കാര്യം പറയാനും കൂടെ കഴിയുമായിരുന്നു. ഡെഫിനറ്റ്ലി. ഞാനിപ്പോ തുടക്കത്തിൽ ലക്ഷ്മി മാമിന്റെ കാര്യം പറഞ്ഞ പോലെ ഹി വുഡ് ഹാവ് ബീൻ എ പേഴ്സൺ അതർ വേ ഐ ഹാവ് മെൻഷൻഡ് ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു എന്ന് പറയും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ എന്ത് തന്നെ ആയാലും നമ്മുടെ പ്രവൃത്തികളാണ് നമ്മളെ മറ്റുള്ളവരിലോട്ട് ഓർമ്മിക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല. അതിനകത്ത് എല്ലാവരും കുറെ പേര് എല്ലാവരും ഈ പണത്തിന്റെയും എന്തൊക്കെയോ സംഭവങ്ങൾ റെഡിയാക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം, സക്സസ്ഫുൾ എന്ന് പറയുന്നത് ഒരു അത് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടേംസ് ആണ് ഈ സക്സസ് എന്നുള്ള സംഭവം.